ഭാഗത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായ സത്യം എന്താണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താണ് വായിക്കുന്നത്? ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു. എന്ത്? സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ അവനെന്ത് ചെയ്യുന്നു? ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. അവൻ എന്ത് ചെയ്യില്ല? മൗനമായിരിക്കയില്ല. അവന്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം എന്തിനു വേണ്ടി വരുന്നു എന്ന് താഴെ പറയുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തിനാണ് ഈ ആകാശത്തെയും ഭൂമിയൊക്കെ വിളിക്കുന്നത്? Why is calling to the heaven and the earth? Hallelujah. ദൈവമക്കളെ ന്യായം വിധിക്കുവാനായി ദൈവം ആകാശത്തെയും ഭൂമിയെയും ഒക്കെ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനൊക്കെ കേൾക്കാനുള്ള ചെവിയുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ, ഇതിനൊക്കെ ചെവി ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ. ഹല്ലേലൂയ. ഡ്യൂട്രോണമി, ബുക്ക് ഓഫ് ഡ്യൂട്രോണമിയിൽ നമ്മൾ വായിക്കുന്നു 31 chapter 28 and 29 എന്ന് വായിച്ചു നോക്കാം. അവിടെ മോശ ഹല്ലേലൂയ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഡ്യൂട്രോണമി 31, 28, 29 എന്താണ് വായിക്കുന്നത്? നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവീൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. മോശ പറയുകയാണ്, നിങ്ങളുടെ മൂപ്പന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവാ, ഞാൻ അവരോട് ഈ വചനങ്ങളെയൊക്കെ എന്ത് ചെയ്യും? പറഞ്ഞു കേൾപ്പിച്ചിട്ട് ആകാശത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷി വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകാശവും ഭൂമിയൊക്കെ അത് ശ്രദ്ധിക്കുന്നു. അതെന്റെ സാക്ഷിയായിരിക്കും മോശ അത് പറഞ്ഞതായ കാര്യങ്ങൾ എന്ന് നമുക്കറിയാൻ കഴിയുന്നു. 32:1 വായിക്കുന്നു. ആകാശമേ ചെവി തരിക. 31:30 വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുക. അങ്ങനെ മോശ ഇസ്രായേൽ സർവസഭയെ ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൽപ്പിക്കുന്നു. മോശയുടെ പാട്ടൊക്കെയും ചൊല്ലിക്കേൽപ്പിച്ചിട്ട് മോശ പറയുകയാണ്, ആകാശമേ ചെവി തരിക. ഹല്ലേലൂയ. ആകാശത്തിനും ചെവിയുണ്ട്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, മോശയ്ക്ക് ഹല്ലേലൂയ അറിവ് കുറവുകൊണ്ടല്ല, മോശയെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഹല്ലേലൂയ കാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടില്ല. ആകാശമേ ചെവി തരിക, ഞാൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കും. മോശയുടെ സ്വന്തം അറിവല്ലിത്, മാനുഷ്യമായ അറിവിൽ കൂടെയല്ല, ദൈവീക ജ്ഞാനമാണ്. ദൈവത്തോട് കൂടെ 2 പ്രാവശ്യമാണ് 40 ദിവസങ്ങൾ പർവ്വതത്തിൽ ചെലവഴിച്ച മോശ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മോശ ദൈവത്തോട് കൂടെ പർവ്വതത്തിൽ ചെലവഴിച്ച മോശയോട് ദൈവം എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ആകാശമേ ചെവി തരിക, ഞാന് സംസാരിക്കും. ഭൂമി എന്റെ വായിൻ വചനങ്ങളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം എന്ത് ചെയ്യും? പൊഴിയും. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ വചനങ്ങളൊക്കെയും ആകാശവും ഭൂമിയും ഒക്കെ കേൾക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ എന്താണ് പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ യെശയ്യാവിന്റെ പ്രവചനം തന്നെ നമ്മൾ നോക്കിയാൽ അതിന്റെ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ എന്താ വായിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നു. Praise God. Hallelujah. Glory to God. ആകാശമേ കേൾക്ക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക.
ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം തുടങ്ങുമ്പോൾ യെശയ്യാവാണ് ഏറ്റവും വലിയ പ്രവാചകനായി നമുക്ക് തിരുവചനത്തിൽ കാണുന്നത്. ആമേൻ. പഴയ നിയമത്തിലെ 4 ഹല്ലേലൂയ മേജർ പ്രോഫറ്റ്സിൽ ഏറ്റവും വലിയ പ്രവാചകൻ ആരായിരുന്നു? യെശയ്യാവാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവം ഹല്ലേലൂയ അരുളി ചെയ്യുന്നത് മനുഷ്യൻ കേട്ടില്ല എങ്കിലും ആര് കേൾക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ആകാശവും ഭൂമിയും കേൾക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും പറയാനൊക്കത്തില്ല ദൈവം എന്നോടത് പറഞ്ഞില്ല, ദൈവം ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നാർക്കും പറഞ്ഞൊഴിയുവാൻ കഴിയത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ത് ചെയ്യുന്നു? മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ രാവിലെ ഒന്ന് വാക്കിങ്ങിന് പോയപ്പോൾ ആമേൻ ഒരു നേപ്പാളി സഹോദരനുമായി സംസാരിപ്പാനിടയായി തീർന്നു. അദ്ദേഹത്തോട് കുറെ സമയങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇത് തന്നെ പറയുണ്ടായി. മനുഷ്യൻ സ്വന്തം കൈ കൊണ്ട് ദൈവത്തെ ഉണ്ടാക്കി ദൈവമാണെന്നും പറഞ്ഞ് ആരാധിക്കുകയാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ കവിണ് വീണാൽ ആ ദൈവം നിന്റെ വാക്ക് കേൾക്കുമോ? അതിനോട് എന്ത് പറഞ്ഞാലും ഒന്നും സംസാരിക്കാൻ അതിന് കഴിയത്തില്ല. കാരണം നിന്റെ കൈവേലയാണ്, നീ ഉണ്ടാക്കിയതാണ്, നീ പെയിന്റ് അടിച്ചതാണ്, നീ അതിനെ ഹല്ലേലൂയ അങ്ങനെയൊക്കെ ഇരുത്തിയിരിക്കുന്നതല്ലാതെ ആ ദൈവത്തിന് നിനക്കൊന്നും ചെയ്തു തരുവാൻ കഴിയത്തില്ല. സൂര്യനെ കണ്ടിട്ട് സൂര്യനാണ് ദൈവം എന്ന് പറഞ്ഞതിന്റെ മുമ്പാകെ വീണ് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മുമ്പിൽ നോക്കി കൈകൂപ്പുന്നതായ എത്രയോ ആയിരങ്ങൾ ഇന്നും സൂര്യ നമസ്കാരികളായി നടക്കുമ്പോൾ ജീവനുള്ള ദൈവമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവനായ ഒരുവനുണ്ട്. ആ കർത്താവിന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നീ നമസ്കരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവനോട് പറയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനും പറയുണ്ടായി, ഞാൻ ചോദിച്ചു, നേപ്പാളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെയും ക്രിസ്ത്യാനികളില്ലാത്തയിടത്ത് ഇന്ന് എത്രയോ ചർച്ചുകളാണ് നേപ്പാളിൽ ഉയർന്നിട്ടുള്ളത്. കാരണം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ സമയങ്ങൾ ആസന്നമായിരിക്കുന്നത് കൊണ്ട് ലോകമെമ്പാടും സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുകയാണ്. ആമേൻ. സ്വാതന്ത്ര്യമില്ലാത്ത ഇറാനില്, അറബി രാജ്യങ്ങളില് യേശു ക്രിസ്തു അനേകർക്ക് ദർശനത്തിൽ വെളിപ്പെട്ട് ഹല്ലേലൂയ സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നവരൊക്കെയും വീണ് കിടന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് വിലപിച്ച് കുടുംബമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതായ അനുഭവങ്ങൾ എത്രയോ ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് പറയാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ സത്യം നമ്മൾ മറച്ചു വയ്ക്കുവാനല്ല പ്രിയമുള്ളവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന. ഈ സത്യത്തെ മറ്റുള്ളവരോട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പാകിസ്ഥാനി മുസ്ലിമായി സംസാരിപ്പാനിടയായി. അദ്ദേഹത്തിനോട് ട്രാക്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ബൈബിളുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അബ്ദുൾ. ഞാൻ അയാളുമായി കുറെ നേരം സംസാരിച്ചു. അദ്ദേഹം പറയുണ്ടായി, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞതിന് ഒന്നും എതിര് പറഞ്ഞ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അയാൾ കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയും ചോദിച്ചാൽ, നമ്മുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ഹല്ലേലൂയ ആരോടെങ്കിലും സംസാരിക്കുവാൻ ഈ നാളുകൾ നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. പുൾപിറ്റ് പ്രസംഗങ്ങൾ അല്ല ദൈവം മാനിക്കുന്നത്. അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഒരാത്മാവിനോട്, അറിയാത്തവരോട് ഈ സത്യം വിളിച്ചു പറയുവാൻ. ദൈവമേ, നീ എനിക്ക് ഭാഗ്യം തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് വഴിയൊരുക്കട്ടെ. നമ്മുടെ കാര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ കൂടെ എപ്പോഴും കുറെ ഹല്ലേലൂയ ബൈബിൾ ട്രാക്റ്റുകൾ കരുതി നമ്മൾ പോകുന്നിടത്ത് ഒരുവനെ കണ്ടാൽ അവന് കൊടുക്കുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവൻ
അവനത് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. അവന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യന് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ സത്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരുവന് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1:18 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് പറയുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കാം. Praise God. Hallelujah. ആമേൻ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല ഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ആമേൻ. അടുത്ത വാക്യം, അവന്റെ നിത്യശക്തി ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. എങ്ങനെയാണ് ഇത് തെളിവിടുന്നത്? അവന്റെ നിത്യശക്തി, ദിവ്യത്വം എന്നൊക്കെ പറയുന്നതാണ് ദൈവത്തിന്റെ സൃഷ്ടി. ആകാശവും ഭൂമിയും സമുദ്രവും സമുദ്രത്തിലെ ആമേൻ അലറുന്നതായ ഹല്ലേലൂയ തിരമാലകളുടെ മുകളിൽ കൂടെ നടകൊള്ളുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ലോകം മനസ്സിലാക്കേണ്ടത്. അത് ദൈവത്തിന്റെ ദിവ്യശക്തി, അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതെ ഇരിക്കേണ്ടതിന് തന്നെ. നോക്കൂ, അടുത്തതെന്താ വായിക്കുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ, അനേകര് ജ്ഞാനികളെന്ന് പറഞ്ഞവര് മൂഢരായി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവരെന്ത് ചെയ്യുകയാണ്? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ നടക്കുന്നതായ പല വിഷയങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവർ സൃഷ്ടിയേക്കാൾ ഹല്ലേലൂയ സൃഷ്ടികർത്താവിനേക്കാൾ സൃഷ്ടിയെ അവരെന്ത് ചെയ്തു? ആരാധിച്ചതുകൊണ്ട് അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളയുന്നു. ഇന്ന് ചർച്ചുകളിൽ നടക്കുന്നത് എന്താണ്? വലിയ വലിയ ചർച്ചുകളിൽ നടക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസവും കേൾക്കുവാൻ കഴിഞ്ഞു. പ്രസ്ബിറ്റേറിയൻ ചർച്ചുകളിൽ ലിസ്ബിയൻ പാസ്റ്റർമാരാണ് ശുശ്രൂഷിക്കുന്നത്. എന്തറിയോ? ഹല്ലേലൂയ, ആമേൻ. അപമാനമായ വിഷയമാണ്. ദൈവമക്കൾക്കോടുള്ള ബന്ധത്തിൽ ദൈവത്തെ അപമാനിക്കുകയല്ലേ ഈ ലിസ്ബിയൻ പാസ്റ്റർമാർ? എത്രയോ മെത്തോഡിസ്റ്റ് ചർച്ചുകളിലാണ് ഇങ്ങനെയുള്ള ആളുകളെ ഹല്ലേലൂയ അവർ വച്ചുകൊണ്ട് ആമേൻ എത്രയോ കാര്യങ്ങൾ ഇതൊക്കെയും തകർന്ന് തരിപ്പണമാകുമെന്ന് വചനം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളാണല്ലോ. ഹല്ലേലൂയ. 2 തെസ്സലോനി 2:3 എന്താണ് വായിക്കുന്നത്? അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? വായിക്കാം. 2:3.
ആരും ഏത് വിധേനയും നിങ്ങൾ എന്ത് ചെയ്യരുത്, സാധിക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാളെടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ പല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയ ഭാവത്തിൽ ലേഖനത്താലോ സുബോധം വിട്ട ഇളകുകയും വേഗത്തിൽ ഞെട്ടിപ്പോകുകയും വരുന്ന ആരും ഏത് വിധേനയും നിങ്ങൾ എന്ത് ചെയ്യരുത്, സാധിക്കരുത്. ആദ്യം എന്ത് ചെയ്യും? വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതേ നാശയോഗ്യനായവൻ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളില് ആമേൻ അനേകർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി. They are, hallelujah, falling away from the faith, and that is called apostasy. Hallelujah. ഒരു വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവാണ് അനേക ക്രിസ്ത്യാനികൾ. ആമേൻ. കത്തോലിക്ക സമൂഹം തന്നെ നമുക്കറിയാൻ കഴിയുന്നു. They are blessing such a couples. കഴിഞ്ഞ പോപ്പൊക്കെയും അതിനുള്ള പെർമിഷൻ കൊടുക്കുകയുണ്ടായി. ഇങ്ങനെയുള്ളതായ ഗേ മാരേജുകാരുടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? You have to bless them. ആമേൻ. അതിനെ അവർ പെർമിഷൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹല്ലേലൂയ ഈ പറയുന്ന സോദോം ഗോമോറയുടെ പാപങ്ങളെ അവർ ഹല്ലേലൂയ അംഗീകരിക്കുന്നു. അവരതിന് ഹല്ലേലൂയ പെർമിഷൻ കൊടുക്കുന്നു. ഇതൊക്കെയും ദൈവസഭകളിൽ നടക്കുന്നു. ആമേൻ. മറ്റുള്ളവരെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ നിന്ന് കാണുന്നതായ അനവധി കാര്യങ്ങളെ ദൈവമക്കൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം വ്യാജമായ കാര്യങ്ങൾ ലോകത്തിൽ വർദ്ധിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, യേശു കർത്താവ് പറഞ്ഞതുപോലെ താൻ മടങ്ങി വരുവാനുള്ള സമയം വളരെ വാദിക്കലാണ്. താൻ ഹല്ലേലൂയ തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുമ്പോൾ റാപ്ചറിൽ കടുക്കപ്പെടുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവർക്ക് ന്യായവിധി വച്ചിരിക്കുന്നത് ഹല്ലേലൂയ പ്രതിഫലത്തിന് വേണ്ടിയാണ്. എന്നാൽ റാപ്ചറിൽ എടുക്കപ്പെടുന്നത് ആരായിരിക്കും? ദൈവത്തിന്റെ പ്രത്യേക കരുണയിലും കൃപയിലും ഉള്ളവരും മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. ബാക്കിയുള്ളവർ കൈവിടപ്പെട്ടു പോകും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേര് കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. രണ്ടുപേര് യാത്രയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. ദൈവമക്കളെ, ഇതൊക്കെ എന്തിനെയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ നമ്മൾ എത്രമാത്രം വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായി ദൈവഭക്തിയോട് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി സ്തോത്രമെന്ന യാഗം നിരന്തരമായി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എത്രത്തോളം സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് വചനം പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അധരയാഗം നിരന്തരമായി ദൈവസനയിൽ അർപ്പിച്ചുകൊണ്ട് ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം.